നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് ഇത് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ഒരു ഏരിയയിൽ സാധാരണ ഞാൻ വരാറേയില്ല. എനിക്ക് ഈ ഒരു ഏരിയയിലോട്ട് ഒരു താല്പര്യം വന്നിട്ടില്ല, അതുതന്നെയാണ് കാര്യം. അപ്പം ഇവിടെ ലിഡിയുടെ അമ്മ ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ അമ്മ ഇവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുവാണ്. ഇതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റും ഇതെന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായതനുസരിച്ച് ഈ പറയുന്ന ടാങ്ക് നമ്മുടെ ഫിഷിന് വേണ്ടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ എന്തോ ചെടിയൊക്കെ നടാൻ പോകുന്നു, എന്തോ അതാണ് സംഭവം. പിന്നെ നമ്മുടെ നോക്കാം. ഇത് പിന്നെ അവിടെ ഫ്രണ്ടിൽ ഇരുന്ന ഐറ്റംസ് എല്ലാം കൂടെ നമ്മളിവിടെ ഇറക്കിയിരുന്ന ഇതൊക്കെയാണ് അവിടെ നടാൻ പോകുന്നത്. ആ ഒരു ഞാനിപ്പോൾ കാണിച്ച കുഴിക്കകത്ത് ഈ വേസ്റ്റ് ഇവിടുന്ന് പോകാനുള്ളതാണ്. നമ്മുടെ ഫ്രണ്ടിലെ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടപ്പോഴത്തേക്കും അവിടുത്തെ കോൺക്രീറ്റ് വേസ്റ്റാണിത്. ഇത് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇതുവരെ നമുക്ക് ആളെ കിട്ടിയിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ പട്ടിക്കൂടായിരുന്നു. പട്ടിക്കൂട് ഇപ്പോൾ അമ്മ കോഴിക്കൂടാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാനിതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഇവിടെ എനിക്ക് ഒരു 10-12 പേരുണ്ടെന്ന് തോന്നി. ഇവിടെ അമ്മ തന്നെയാണ് എല്ലാം തീറ്റയും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഇനിയും നമ്മുടെ ബാക്കിലെ കുറച്ചും കൂടി ഏരിയ ആണിത്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഏരിയ എന്ന് പറയുന്നത് അവിടാണ് അമ്മ അവിടെ ടാങ്കും കാര്യങ്ങളെല്ലാം വന്നത്. അതിൻ്റെ നേരെ ഇപ്പോൾ ഞാൻ ബാക്കിലോട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് എൻ്റെ അളിയൻ എനിക്ക് തന്നതായിരുന്നു ഈ ഒരു സംഭവം. പക്ഷേ ഇത് നിറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് വലിയൊരു പ്രശ്നമായി ഈ ഫുഡ് വേസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം. അപ്പം ഫുഡ് വേസ്റ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ചെയ്തത്, ഞാൻ പുറത്തുനിന്നുള്ളൊരു ഏജൻസിയെ വെച്ചിട്ട് ഫുഡിൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവർക്ക് എല്ലാ മാസം 1500 രൂപയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അമ്മ പറഞ്ഞു നടക്കത്തില്ല, നമ്മൾ ഇത്രയും 6 പിള്ളേരാണ് ഈ വേസ്റ്റിനെയാണ്. അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാനുള്ള രീതിയിലാണ് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അമ്മ ഇപ്പം ഇവിടെ വലിയൊരു സെറ്റപ്പാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് നോക്കാറില്ല കേട്ടോ, ഈ ഏരിയയിലേ ഞാൻ വരാറില്ല. ഇതിനകത്താണ് ഇപ്പം ഫുഡ് വേസ്റ്റ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് അമ്മയുടെ വേംസ് എല്ലാം കളക്റ്റ് ആകുന്നതും. ഇവിടെ നിന്നുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കാറുണ്ട് ഇവിടെ. ഞാൻ പിന്നെ കുറച്ചും കൂടി അത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ഞാൻ പഠിച്ചിട്ട് ഞാൻ ഇതിന് അമ്മയുടെ പ്രതീക്ഷ ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇതിനകത്ത് വരുമെന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ആ വേംസാണ് ഇവർക്ക് തീറ്റയ്ക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പം എന്തായാലും പക്ഷെ അമ്മ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടോ, എല്ലാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്താ മൈക്കാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ ചെയ്യുന്നത്? അപ്പം ഇതെല്ലാം എനിക്ക് ഇന്നലെ അമ്മയുടെ പണി ചെയ്യാനുള്ള ആൾ ഇവിടെ വന്നിരുന്നു. ഇന്നലെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള ആദ്യത്തെ ഫോട്ടോ ഒന്നിടാം ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം മേ ബി എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് മാറുമായിരിക്കും. പിന്നെ എന്തൊക്കെയോ ഈ അക്വാപോണിക്സ് വഴി ഇവരുടെ ഫുഡിൻ്റെ വെള്ളത്തിൻ്റെ വേസ്റ്റോ ഇതൊക്കെ ഇതിനകത്ത് വളം വരുന്നോ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും.